ഏട്ടാ തുറക്കുവോ? ഇത് എണ്ണമയൊന്നും ഇല്ല. എന്തിനായിട്ട് ഈ പൊടി ഇടണേ? അതോ ഈ പൊടി ഇടുന്നത് എന്തിനാ അറിയോ? നമ്മൾ ഇതിലേക്ക് കമ്പോസ്റ്റ് ഇട്ടില്ലേ, അടുക്കള വേസ്റ്റ് ഇട്ടില്ലേ, അടുക്കള വേസ്റ്റ് നേരെ കമ്പോസ്റ്റ് ആവാനാണ്. ചെടികൾക്ക് ഇതിൻ്റെ വളം ഇടണ്ടേ, ആ വളം നേരെ കമ്പോസ്റ്റ് ആയി വരാനാണ് നമ്മൾ ഇതിലേക്ക് ഈ പൊടി ഇടുന്നത്. അപ്പോൾ ഈ എണ്ണമയ ഇട്ടത് എന്താ കുഴപ്പമെന്ന്? എണ്ണമയ ഉള്ളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കമ്പോസ്റ്റ് ആവില്ല. പിന്നെ എണ്ണമയ ഉള്ളത് ഇടാൻ പാടില്ല. വെള്ളമായതുണ്ടാവില്ല, എരിവ് പുളി അങ്ങനെയൊക്കെ ഇല്ല, അത് അധികം ഉള്ളതൊന്നും ഇടാൻ പാടില്ല. പിന്നെ രസം, സാമ്പാർ അങ്ങനെ പോലുള്ള സാധനങ്ങളൊന്നും ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കമ്പോസ്റ്റ് ആവില്ല. നമുക്ക് ഈ ബൊക്കാഷി ബക്കറ്റിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശനെ വിളിക്കാം. മുത്തശ്ശ, എന്താ വേണ്ടത്? ഈ കമ്പോസ്റ്റ് ആവണതിന്റെ കാര്യം പറഞ്ഞു തരാനോ? ഇതിന്റെ പേര് ബൊക്കാഷി ബക്കറ്റ് എന്നാണ്. ബൊക്കാഷി എന്ന് പറഞ്ഞ ഒരു ജപ്പാൻ ഭാഷയാണ്. ജപ്പാൻകാർ കണ്ടെത്തിയ ഒരു പുളിപ്പിക്കണ രീതിയെ പറ്റിയിട്ടാണ്. അവരുടെ ബൊക്കാഷി എന്ന് പറഞ്ഞാൽ പുളിച്ചതെന്നുള്ള ജപ്പാൻ വാക്കാണ്. അപ്പം അതിന് നമ്മുടെ ഗവൺമെൻറ് ആയാലും അതിന് ഈ രീതിയെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്ത് മുഖാന്തരം ഓരോ വീട്ടുകാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ വീട്ടിലുണ്ടാവാനുള്ള അടുക്കളയിലുള്ള കണ്ണിക്കണ്ട വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, ഭക്ഷണങ്ങളുടെയും പിന്നെ പച്ചക്കറിയുടെയൊക്കെ, അതൊക്കെ അങ്ങനെ എന്താ അവിടെയും ഇവിടെ ഇട്ട മാലിന്യവും ഇല്ലേ, പുഴു വരും, ഈച്ച വരും ഇല്ലേ, കൊതു വരും. അപ്പം അതൊക്കെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വല്ലാത്ത ദുർഗന്ധമുണ്ടോ അതൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അടുക്കള മാലിന്യം സംസ്കരിക്കണത് ഒരു ബക്കറ്റ് ഇത്രേ ഉള്ളൂ. ഇത് ജപ്പാൻ്റെ മാതൃകയാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെന്താ കാമത്തരച്ചാൽ ഇതിൽ പുഴു വരില്ല. പിന്നെ ഇത് സുഖമായി അടച്ചു വെച്ചാൽ യാതൊരു മണവും വരില്ല. അപ്പം എന്താ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞൂല ജപ്പാൻ ഭാഷയാണ്. അപ്പം ഇത് സാധാരണ കമ്പോസ്റ്റ് ഉണ്ടാവുക പറഞ്ഞാൽ അത് വിഘടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ മാറി 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 ചെറിയ കണികകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതല്ല സംഭവിക്കണം. ഇവിടെ പുളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സാധനത്തെ. വേസ്റ്റിനെ പുളിപ്പിക്കുകയാണ്. അപ്പം എന്താ വെച്ചാൽ എണ്ണ, അതുപോലെ അധികമായിട്ടുള്ള ഉപ്പ്, എരി ഇങ്ങനെ ഇല്ലേ, ഇങ്ങനെ കൂടുതലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഇടരുത്. കാരണം പുളിപ്പിക്കുക പറഞ്ഞാൽ ഒരു ബാക്ടീരിയ ആണത്. അപ്പോൾ ആ ബാക്ടീരിയക്ക് ജീവിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവണം. അപ്പോൾ അത് കൂടുതലുള്ളതും അങ്ങനത്തെ എണ്ണമയങ്ങൾ കാരണം ഒന്ന് ചേർക്കരുത്. അതിനവർ ഉപയോഗിക്കുന്നത് ഈ പൊടി എന്താ വെച്ചാൽ ഇത് ഒരു EM സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാകും, എഫക്റ്റീവ് മൈക്രോപൊണട്ട്. നമുക്കൊക്കെ ഉണ്ടാക്കാം. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മണം വരില്ല. പിന്നെ അത് മാത്രമല്ല അത് എന്താ ശുചിത്വം ഉണ്ടാക്കാം. തൊഴുത്ത്, ബാത്റൂം ഇതൊക്കെ ഉപയോഗിക്കാൻ EM സൊല്യൂഷൻ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് ചേർത്തൊരു പൊടിയാണ്. ഇത് നമ്മൾ ഓരോ തവണ അടുക്കള വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും 2-3 സ്പൂൺ ഇതിൻ്റെ മീതെ വെതറി കൊടുക്കും. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണ്ടേ. ഇതൊരു ജാതി ചെറിയ അണുവാണ്. അപ്പൊന്ന് ബാക്ടീരിയ എന്നൊന്നും പറഞ്ഞാൽ മതി. ചെറിയ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ അണുവാണ്. അതിങ്ങനെ പരന്ന് അവർ ഈ സാധനമാണ് തിന്നണത്. അങ്ങനെ അത് നന്നായി പുളിക്കും. അപ്പോൾ ആ പുളിച്ചു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഇട്ടിട്ട് ഇതിനിങ്ങനെ ഒരു അടപ്പൊക്കെ ഉണ്ട്. ഈ അടപ്പ് കൊണ്ട് നന്നായി ഇങ്ങനെ അമർത്തി ഒരുപോലെ വെക്കുക. കാരണം എല്ലാ ഭാഗത്തും ഒരുപോലെ. ഈ പൊടിയിൽ വെള്ളമായ കുഴപ്പമുണ്ടോ? വെള്ളമാവാൻ പാടില്ല. ഇത് അതാ പറഞ്ഞ ഇതിലൊരു ബാക്ടീരിയയാണ്. അപ്പൊ ആ വെള്ളമായ വെള്ളം മുഴുവൻ ഈ ബക്കറ്റിനൊരു ടാപ്പുണ്ട്, തുറന്ന് പോയില്ലേ. അപ്പൊ അത് ആ ബാക്ടീരിയ ഇതിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇത് തിന്നണം. വെള്ളം ഒഴിക്കും. ഇതിന്റെ വെള്ളമാണ് വരിക. അപ്പൊ ഇത്
ഇട്ട് കഴിഞ്ഞ് നമ്മൾ വായു കൈയെടുക്കുക വായു കടക്കാതെ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എന്താ ഫിൽറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഉള്ളിൽ ആ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്നിങ്ങനെ ആ ബാക്ടീരിയ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം, നമ്മളിടണയിലൊക്കെ കുറേ വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളമൊക്കെ അഴുകി ചേർന്ന് ആ വെള്ളം ഈ ഒരു ഭാഗത്തേക്ക് നിൽക്കും. ഇവിടെ ചെറിയൊരു ടാപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ടാപ്പിൽ നിന്ന് ഈ വെള്ളം കളക്ട് ചെയ്യണം. അപ്പോൾ ഈ വെള്ളത്തിന് എന്താ കേമത്ര വെച്ചാൽ ഇതിൻ്റെ 10 ഇരട്ടി ഈ വെള്ളത്തിൻ്റെ ഈ സ്ലറി ഇതിൽ 10 ഇരട്ടി വെള്ളം ഉപയോഗിച്ച് നേർപ്പിച്ചതിന് ശേഷം ഏത് ചെടികൾക്കും ഒഴിക്കാം. അപ്പോൾ സാധാരണ നമുക്ക് 2 ഗുണം ഇതിൻ്റെ കൊണ്ട് നടക്കുന്നുണ്ട്. സാധാരണക്കാരുടെ വീട്ടിൽ ഇപ്പോൾ വലിയ വലിയ തോട്ടങ്ങളുള്ളിടത്തിൽ ധാരാളം വളങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാധാരണ കുടുംബക്കാരെ ഇപ്പോൾ ഫ്ലാറ്റിലായാലും ഒക്കെ അവർക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അവർക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കാനുള്ള വളം കൂടി ഇതുകൊണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് 2 കാര്യം നടന്നു. ഒന്ന് നമ്മുടെ അടുക്കളയിൽ ഉള്ള മാലിന്യം, ഒരു വൃത്തികേടോ മണമോ ഒന്നും ഇല്ലാത്ത പുഴുവൊന്നും ഇല്ലാത്ത വിധത്തിൽ അതിനെ സംസ്കരിക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള വേണ്ട പച്ചക്കറി തോട്ടങ്ങളോ അല്ലെങ്കിൽ അവനവന് ഇഷ്ടപ്പെട്ട ചെടികൾ വളർത്താനുള്ള വളമോ ആയിക്കഴിഞ്ഞു. കാരണം ഇത് 365 ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ ദിവസവും വളവും പച്ചക്കറി വേസ്റ്റ് ഇടുമല്ലോ. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഈ സ്ലറി അങ്ങനെ നേർപ്പിച്ചിട്ട് അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പോരാറ്റ് ഈ ഡ്രമ്മ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കമ്പോസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായി പുളിച്ചിട്ടുണ്ടാവും. ഇതിൽ പുഴുവൊന്നും വരില്ല. അത് നമ്മൾ ചെറിയൊരു കുഴി കുത്തിയിട്ട് മണ്ണിലിടണം. അപ്പം കുറച്ചിട്ടതിന് ശേഷം ഇത് കുറച്ച് മണ്ണിൽ പിന്നെ കുറച്ചിട്ടതിന് ശേഷം അങ്ങനെ മണ്ണിട്ട് മൂടി വല്ല പട്ട കൊണ്ടോ അല്ലെങ്കിൽ ചപ്പല കൊണ്ടോ എന്തെങ്കിലും ഇട്ട് മൂടി വയ്ക്കുക. ഒരു 4 ആഴ്ച കഴിയുമ്പോഴേക്കും നല്ല രൂപത്തിലുള്ള കമ്പോസ്റ്റ് ആവും. അപ്പം അല്ല നമ്മൾ ഇട്ട സാധനം അത് മുഴുവൻ നല്ല കറിഞ്ഞുള്ള പൊടിയായി നല്ല കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണം കിട്ടി? സ്ലറിയും കിട്ടി, കമ്പോസ്റ്റും കിട്ടി, നമ്മുടെ അടുക്കള അല്ലെങ്കിൽ മാലിന്യം സംസ്കരിക്കുന്നത് നമ്മൾക്ക് ശുചിത്വം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇതൊക്കെ ധാരാളം എല്ലാ വീട്ടുകാരും ചെയ്യണം. ഇതൊക്കെ എല്ലാ പഞ്ചായത്തിൽ കൂടെയും വിതരണം ചെയ്യും വേണം. എല്ലാവരും ഇതൊക്കെ സ്വീകരിക്കണം. ഇതിൻ്റെ ഗുണം മനസ്സിലാക്കി കൊടുക്കേണ്ടതുമാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. അതൊക്കെ എല്ലാവരും ചെയ്താൽ നമുക്ക് 2 കാര്യം നടന്നില്ലേ?